ഇസ്രായേൽ ബന്ധമുള്ള കമ്പനി നിയന്ത്രിക്കുന്ന നീക്കം ചെയ്യാൻ കഴിയാത്ത ആപ്ലിക്കേഷനെ ചൊല്ലി സാംസങ് ഗാലക്സി സ്മാർട്ട് ഫോണുകൾക്കെതിരെ വ്യാപക പ്രചരണം. സാംസങ് ഫോണുകളിലെ ആപ്പ് ക്ലൗഡ് എന്ന ആപ്ലിക്കേഷൻ ഇസ്രായേലിന് വേണ്ടി ഉപയോക്താവിന്റെ വിവരങ്ങൾ ചോർത്താൻ കഴിവുള്ളതാണെന്നും വിമർശനം ഉയർന്നിട്ടും സാംസങ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ലെന്നുമുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. ഇന്റർനാഷണൽ സൈബർ ഡൈജസ്റ്റ് എന്ന സൈബർ സുരക്ഷാ അക്കൗണ്ട് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിന് പിന്നാലെയാണ് വിവാദം ആളിക്കത്തുന്നത്. ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള സാംസങ് ഗാലക്സി AMF സീരീസ് ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയി വരുന്ന ആപ്പ് ക്ലൗഡ് ആപ്പിനെതിരെ 2022 തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇസ്രായേലിന്റെ ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസ് പോലെ അപകടകരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആപ്പ് ക്ലൗഡിന്റെ സുതാര്യത സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. ഉപയോക്താക്കളുടെ ലൊക്കേഷൻ, ഫോണിലെ മറ്റ് ആപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ അനുമതിയില്ലാതെ പകർത്താൻ ആപ്പ് ക്ലൗഡിന് കഴിയും. ഉപയോക്താവിന് വ്യക്തിപരമായ പ്രത്യേക അനുഭവം നൽകാനും പരസ്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ആപ്പ് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. ഇന്റർനെറ്റ് മുഴുവൻ ഉപയോഗിക്കുക, ശബ്ദമുണ്ടാക്കാതെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുക, ഫോൺ സ്ലീപ്പ് മോഡിലേക്ക് പോകുന്നത് തടയുക തുടങ്ങിയ വലിയ കാര്യങ്ങൾക്കാണ് അനുമതി ചോദിക്കുന്നത് എന്നത് ആപ്പ് ക്ലൗഡിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സെറ്റിംഗ്സിൽ പോയി ആപ്പിന്റെ പ്രവർത്തനം നിർത്തിവെച്ചാലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നുണ്ട്. ഇസ്രായേലിൽ ആരംഭിച്ച അയൺ സോഴ്സ് എന്ന കമ്പനിയുടെ സാങ്കേതിക വിദ്യയാണ് ആപ്പ് ക്ലൗഡിന് പിന്നിൽ ഉപയോഗിച്ചത്. 2022 അമേരിക്കൻ കമ്പനിയായ യൂണിറ്റി ടെക്നോളജീസ് അയൺ സോഴ്സിനെ വാങ്ങിയിരുന്നു. ഫോൺ ആദ്യമായി സെറ്റ് ചെയ്യുമ്പോഴോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ മറ്റ് ആപ്പുകൾ ഉപയോക്താവിന് ശുപാർശ ചെയ്യാനും അത് തനിയെ ഇൻസ്റ്റാൾ ചെയ്യാനുമാണ് ഈ ആപ്പ് ഉണ്ടാക്കിയത്. അയൺ സോഴ്സിന്റെ പഴയൊരു സേവനമായ പ്രോഗ്രാമായ ഇൻസ്റ്റാൾ കോർ അനുമതിയില്ലാതെ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയിരുന്നു. പല ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ കോറിനെ അപകടകരമെന്നാണ് വിലയിരുത്തിയത്. മിഡിൽ ഈസ്റ്റ്, വടക്കൻ ആഫ്രിക്ക, ഇന്ത്യ, യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആപ്പ് ക്ലൗഡ് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സാധാരണഗതിയിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. ചില പ്രത്യേക കമാൻഡുകൾ ഉപയോഗിച്ചോ ഫോൺ റൂട്ട് ചെയ്തോ മാത്രമേ ആപ്പ് ഒഴിവാക്കാൻ കഴിയൂ. ഈ വഴികൾ ഉപയോഗിച്ചാൽ ഫോണിന്റെ വാറന്റി നഷ്ടപ്പെടാനും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബെയ്റൂട്ട് ആസ്ഥാനമായുള്ള എസ്മെക്സ് എന്ന സംഘടനയാണ് ഈ ആപ്പിനെതിരെ ബോധവൽക്കരണത്തിൽ മുൻനിരയിലുള്ളത്. ഇസ്രയേലി കമ്പനികളുമായുള്ള വ്യാപാരം നിയമപരമായി വിലക്കിയ പല രാജ്യങ്ങളിലും ഈ നിർബന്ധിത ഇസ്രായേൽ സോഫ്റ്റ്വെയർ നൽകുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് എസ്മെക്സ് 2025 മെയ് മാസത്തിൽ സാംസങ്ങിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. സ്വകാര്യതാ നയങ്ങൾ ലംഘിച്ചാണ് ആപ്പ് ക്ലൗഡ് പ്രവർത്തിക്കുന്നത് എന്നും എസ്മെക്സ് കുറ്റപ്പെടുത്തുന്നു.